പടം ഉണ്ട്. ചേട്ടാ പടം ഉണ്ട്. അടിപൊളിയല്ലേ രാജു? സൂപ്പർ ആയിട്ടുണ്ട്. പ്രഭാസിന്റെ കോമഡി എങ്ങനെ ഇഷ്ടപ്പെട്ടാ? കോമഡി കുറച്ച് ഒഴിവാക്കായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, പ്രഭാസിന്റെ പടം കലിക്ക് റിലീസായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറയണത്. ഞാൻ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കൽക്കി 2898 AD എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ സിനിമ പോയി കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം എല്ലാം മികച്ചതായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്തത് അതിൻ്റെ സിനിമോട്ടോഗ്രാഫിയാണ്. എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത്? വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ആ സിനിമയുടെ നെടുന്തൂണ് സിനിമോട്ടോഗ്രാഫിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും മനോഹരമായിട്ടാണ് സിനിമാറ്റോഗ്രാഫി ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കളർ ഗ്രേഡിംഗ് വർക്ക്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു. കഥ പരിച്ച് നോക്കുകയാണെങ്കിൽ മഹാഭാരതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. മഹാഭാരതത്തിലൊരു ക്യാരക്ടറാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് ശ്രീകൃഷ്ണനിൽ നിന്നും ഒരു ശാപം കിട്ടുന്നു. ആ ശാപം എന്തെന്ന് വെച്ചാൽ അടുത്തൊരു യുഗത്തിൽ, അതായത് 6000 വർഷം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു പുനർജനിക്കും. അതായത് കൽക്കിയായിട്ട് അവതാരം എടുക്കും. ആ കൽക്കിയെ സംരക്ഷിക്കേണ്ടത് അശ്വത്ഥാമാവിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ശാപം കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായത്. ഞാൻ കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ മഹാഭാരതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ചെറിയൊരു ഡിസപ്പോയിൻറ്റഡ് എന്തെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ചതൊരു 100% ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ഫിക്ഷൻ മൂവിയാണ്. പക്ഷേ ഇതൊരു നമ്മളെ ഇന്ത്യയിലുള്ള ആൾക്കാരായതുകൊണ്ടാവണം, ഇന്ത്യയിലെ സംവിധായകനും റൈറ്ററും ആയതുകൊണ്ടാവണം ഇതിനെ റിലീസുമായി ബന്ധപ്പെടുത്തി ഒരു ഇമോഷണൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കി പടം മുന്നോട്ട് കൊണ്ടുപോയത്. എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ കാവ്യഭാവന, അതിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. മനോഹരമായിരുന്നു. അമിതാഭ് ബച്ചനും പ്രഭാസും കമലഹാസനും എല്ലാം നിറഞ്ഞാടിയ ഒരു സിനിമയാണ്. ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് വന്നു പോയി. അതിലൊരാളാണ് DQ. നമ്മുടെ ദുൽഖർ സൽമാൻ അതിന് ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശോഭന ചേച്ചി ആക്ട് ചെയ്തിട്ടുണ്ട്. ശോഭന ചേച്ചിയൊക്കെ നല്ല ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. DQന് മാത്രമാണ് ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ പോലെ വന്ന് കൊടുത്തു പോയി. എനിക്കത് അത്രയും എനിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് വേണം പറയും. പിന്നെ വിജയ് ദേവർകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അർജുനായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കോമിയ റോളാണ്. ദീപിക പടുക്കോണാണ് പടത്തിൻ്റെ സെൻട്രൽ ക്യാരക്ടറായിട്ട് ആസ് എ ഹീറോയിനായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പ്രഭാസിന് എൻട്രിയുമായി ബന്ധപ്പെട്ട് ഒരു 15 മിനിറ്റോളം ചെറിയൊരു നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊരു ലാഗും കോമഡിയൊക്കെയാണ്. അത് മേ ബി അത് പ്രഭാസിൻ്റെ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു രീതിയിൽ അത് ആ കഥ കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ സഹിച്ചു. പറയാനുള്ളത്, സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഒരു 20 മിനിറ്റ് മുന്നേ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നമുക്ക് സിനിമ തരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് കൊടുത്തുകൊണ്ട് കമലഹാസൻ ആ പടത്തിനെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സിനിമ കാണാത്തവർ തിയേറ്ററിൽ ചെന്ന് സിനിമ കാണുക, മൊബൈലിൽ കാണാൻ നിൽക്കണ്ട. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. തിയേറ്ററിൽ ചെന്ന് കാണുക. നല്ല രീതിയിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്സഡ് റിവ്യൂ ആണെങ്കിലും പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക. പിന്നെ ഇതിൻ്റെ പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുള്ളൂ. താങ്ക് യു.